സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. നടൻ വിജയിയെ കൂടെ കൂട്ടാൻ രാത്രി പകലാക്കി ഓടിയ BJP മണ്ടന്മാരായിരിക്കുകയാണ്. വിജയിയുടെ മനസ്സിലിരിപ്പ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുമ്പോൾ BJPക്ക് സ്വസ്ഥത തന്നെ നഷ്ടമായിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷാ പ്രശ്നം അതിരൂക്ഷമായി അലയടിച്ചതിനെ തുടർന്ന് നേതാക്കന്മാർ കൂട്ടത്തോടെ BJPയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഇവരിൽ പലരും നേരെ പോയത് വിജയിയുടെ തമിഴ് വെട്രി കഴകത്തിലേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഹിന്ദി ഭാഷാ പ്രശ്നം ഗുണകരമായി മാറിയത് നടൻ വിജയ്ക്കും ആ താരത്തിന്റെ TVK എന്ന പാർട്ടിക്കുമാണ്. നേരത്തെ ADMK NDA മുന്നണിയിൽ നിന്ന് വിട പറഞ്ഞതോടെ BJP തനിച്ചാണ് തമിഴ്നാട്ടിൽ നിൽക്കുന്നത്. ഈ ഒഴിവിൽ വിജയിയെ തിരികെ കയറ്റാനുള്ള നീക്കമാണ് BJP നടത്തിയത്. അതാണിപ്പോൾ ചീറ്റിപ്പോയിരിക്കുന്നത്. ഇതിനു പുറമെ നേതാക്കന്മാർ കൂട്ടത്തോടെ വിജയിയുടെ പാർട്ടിക്ക് കൈകൊടുത്തതോടെ വലിയ തലവേദനയാണ് തമിഴ് മണ്ണ് BJPക്കായി കാത്തുവച്ചത്. ഇതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാട് വിജയ് പരസ്യമാക്കുക കൂടി ചെയ്തതോടെ BJPയുടെ പ്രതീക്ഷകൾ തമിഴ് മണ്ണിൽ തന്നെ തലകുത്തി വീണിരിക്കുകയാണ്. വിജയിയുടെ തമിഴക വെട്രി കഴകം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ചു മത്സരിക്കുമെന്നും പാർട്ടിക്ക് നല്ല ജയസാധ്യതയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറാണ് വെളിപ്പെടുത്തിയത്. തമിഴ്നാട് രാഷ്ട്രീയം വിജയിയെ പോലൊരു നേതാവിനെ കാത്തിരിക്കുകയാണെന്നും സംഘടന ശക്തിപ്പെടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം അദ്ദേഹത്തിന് മികച്ച നേട്ടമുണ്ടാക്കാനാകുമെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു. മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ അണ്ണാഡിഎംകെയും TVKയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒന്നിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അതിന് സാധ്യതയില്ല എന്ന് പാർട്ടിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്ന പ്രശാന്ത് കിഷോർ ടെലിവിഷൻ ചാനലുമായുള്ള ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. സഖ്യം വേണ്ടെന്നാണ് TVK പ്രഖ്യാപിക്കുവാൻ പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു. വരും മാസങ്ങളിൽ കൂടുതൽ സമയം രാഷ്ട്രീയത്തിനായി മാറ്റിവെക്കുകയും സംഘടനാ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുകയും ചെയ്താൽ വിജയിക്ക് ജയിക്കാനാകുമെന്നാണ് തന്റെ കണക്കൂട്ടലെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിന്റെ തന്ത്രജ്ഞനായി തമിഴ്നാട്ടിലുണ്ടായിരുന്ന പ്രശാന്ത് കിഷോർ TVKയുടെ 1ാം വാർഷിക സമ്മേളനത്തിൽ വിജയിയുമായി വേദി പങ്കിട്ടു. അതേസമയം TVKയുടെ ഉപദേശകനല്ല, വിജയിയുടെ സുഹൃത്തും സഹോദരനുമാണ് താനെന്ന് പ്രശാന്ത് കിഷോർ അഭിമുഖത്തിൽ പറയുന്നു. തമിഴ്നാട്ടിൽ വിജയിയെ സഹായിക്കുന്നത് പോലെ അദ്ദേഹം ബീഹാറിൽ തന്നെ സഹായിക്കുമെന്ന് ജൻസുരാജ് പാർട്ടിയുടെ സ്ഥാപകനായ പ്രശാന്ത് കിഷോർ വ്യക്തമാക്കുന്നു. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് TVKയുമായി സഖ്യമുണ്ടാക്കാൻ അണ്ണാഡിഎംകെക്ക് താല്പര്യമുണ്ടെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു. DMK വിരുദ്ധ വോട്ടുകളെല്ലാം ഒന്നിപ്പിക്കണമെന്നാണ് സ്വാഭാവികമായും അണ്ണാഡിഎംകെ കരുതുന്നത്. എന്നാൽ സഖ്യം വേണ്ടെന്ന് TVK തീരുമാനിച്ചതോടെ BJPക്ക് പിന്നാലെ ആ പാർട്ടിയും നിരാശയിലേക്ക് തന്നെ വഴിമാറി. DMKയെ വിമർശിക്കുന്നത് പോലെ വിജയ് BJPയെ വിമർശിക്കാത്തത് തമിഴ്നാട്ടിൽ അവർക്ക് വലിയ ശക്തിയില്ലാത്തത് കൊണ്ടാണെന്നും അല്ലാതെ BJPയോട് വലിയ മമതയില്ലെന്നും കൂടി പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നു.